എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. പൊതുവെ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് എന്നാൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പറ്റുന്ന രീതിയിലുമായിട്ടുള്ള പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു സെഷനാണ് ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. താഴെ പറയുന്നവയിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്തുക എന്ന ചോദ്യത്തിന് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഭരണഘടന പറയുന്ന ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന തത്വങ്ങളായ മൗലിക അവകാശങ്ങൾ, ജനാധിപത്യം എന്നിവ ഉൾപ്പെട്ടതാണ് എന്ന് വേണമെങ്കിൽ വായിക്കാം. ആ സെൻറ്റൻസ് എന്നിവയാണ് അല്ലെങ്കിൽ എന്നിവ ഉൾപ്പെട്ടതാണ് എന്ന് പറയുന്നു ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2 ബേസിക് സ്ട്രക്ചർ എന്ന ബേസിക് സ്ട്രക്ചർ എന്നത് കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ വായിച്ചു നോക്കി. അത്യാവശ്യം നമ്മൾ വായിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ സൂക്ഷിച്ചിട്ട് വേണം ഈ പറയുന്ന ചോദ്യങ്ങൾ ഉത്തരം പറയാൻ. കാരണം എപ്പോഴും എളുപ്പമുള്ള ചോദ്യങ്ങളാണ് തെറ്റിക്കുന്നത്. ഭരണഘടന പറയുന്ന ബേസിക് സ്ട്രക്ചർ ഒരു ഭാഗം ക്വസ്റ്റ്യൻ്റെ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന തത്വങ്ങളായ മൗലിക അവകാശങ്ങളും ജനാധിപത്യമൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം അല്ലേ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും അത് ബേസിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നൊക്കെ നമുക്കറിയാം. ഈ ഭരണഘടന എന്ന് പറയുന്ന സെൻറ്റൻസ് തുടക്കം ഒരു പ്രശ്നമില്ലേ? കാരണം ഭരണഘടന പറയുന്ന ബേസിക് സ്ട്രക്ചർ, ഭരണഘടന പറയുന്ന ബേസിക് സ്ട്രക്ചർ ആണോ? ഭരണഘടനയാണോ ബേസിക് സ്ട്രക്ചർ പറഞ്ഞിരിക്കുന്നത്? ഭരണഘടന എവിടെയെങ്കിലും ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. കാരണം അത് കേശവാനന്ദ ഭാരതി കേസിൽ നിന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ് ബേസിക് സ്ട്രക്ചർ എന്ന തിയറി. അല്ലാതെ ഭരണഘടന എവിടെയും ഈ മൗലികാവകാശങ്ങളും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസോ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയൊക്കെ ഈ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണെന്ന് എവിടെയെങ്കിലും ഇംപ്ലിസിറ്റീവായിട്ടോ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഭരണഘടന എവിടെയും ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് സുപ്രീം കോടതിയുടെ ഈ കേശവാനന്ദ ഭാരതി കേസിലെ വിധിയുമായി ബന്ധപ്പെട്ടതാണ് ബേസിക് സ്ട്രക്ചർ എന്ന തിയറി. അപ്പോൾ സ്വാഭാവികമായിട്ട് 2 ശരിയാവുകയും 1 തെറ്റാവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓൺലി 2 ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓൺലി 2 സി ആണ് ഉത്തരം. അപ്പോൾ ബേസിക് സ്ട്രക്ചർ പറഞ്ഞിരിക്കുന്ന ബേസിക് സ്ട്രക്ചറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? കോർ വാല്യൂസ്, അതായത് ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പറയുന്ന അവരുദ്ദേശിച്ച, അതായത് ഈ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള ആൾക്കാർക്ക് ഉദ്ദേശിച്ച മൂല്യങ്ങളും അതുപോലെ തന്നെ വാല്യൂസും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അമെൻഡ് ചെയ്യരുത്. ബാക്കിയുള്ള കാര്യങ്ങൾ അമെൻഡ് ചെയ്യാം. ബേസിക് സ്ട്രക്ചർ ഒഴികെയുള്ള കാര്യങ്ങൾ അമെൻഡ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുക, ബേസിക് സ്ട്രക്ചർ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞതല്ല, ഭരണഘടനയിൽ പറഞ്ഞതല്ല, മറിച്ച് കേശവാനന്ദ ഭാരതി കേസിൽ നിന്നും വന്ന ഒരു തിയറിയാണ് ബേസിക് സ്ട്രക്ചർ എന്നത്. നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എളുപ്പമുള്ള ചോദ്യങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ വേർഡിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഒരു ചോദ്യം കൂടി ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ ചോദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് കുറേയും കൂടെ ഫോക്കസ് ഒരു ചെറിയ ടോപ്പിക്കിൽ തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ബൈ, ടേക്ക് കെയർ.